സുഹൃത്തുക്കളെ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ചില കൊലപാതകങ്ങൾ, ഒന്ന് കൃഷ്ണപ്രിയയുടെ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ പഞ്ചായത്തിൽ തന്നെ പെട്ട മഞ്ചേരി എളങ്കൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടതാണ്. പിന്നെ തിരൂരിലുള്ള 3 വയസ്സുകാരി നാടോടി സ്ത്രീയുടെ മകളെ അമ്മയോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു വൃത്തികെട്ടവൻ റേപ്പ് ചെയ്ത് വന്നതാണ്. അങ്ങനെ പിന്നീട് അങ്ങനെയുള്ള സംഭവങ്ങൾ നിരവധിയായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മനസ്സൊക്കെ മരവിച്ചു പോയി. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒന്ന് സഖാവ് ടി പി ചന്ദ്രശേഖരൻ്റെതാണ്. 2012 മെയ് മാസം 4-ാം തീയതി അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത ഏറ്റവും ആദ്യം ഖത്തറിൽ അറിയുന്നത് ഞാനാണ്. കാരണം ഞാൻ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഓഫീസ് ലാപ്ടോപ്പ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും. കാരണം ഞാൻ ചില ദിവസം ലീവാകും. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. പ്രത്യേകിച്ചും വീക്കെൻഡ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ ലീവായിരിക്കും. കാരണം വീക്കെൻഡ് പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എപ്പോഴും കിടന്നിട്ട് അപ്പോൾ ഞാൻ ആദ്യം മൊബൈലിൽ സെറ്റ് ചെയ്ത് നോക്കും, മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്ത് നോക്കും. രാവിലെ അലാറം അടിക്കുമ്പോൾ അതൊരൊറ്റ സെൻഡ് അടിക്കില്ല ഒന്ന് മാനേജർക്ക്. കാരണം അന്നൊരു അമേരിക്കൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് 2012 10 തൊട്ട് 12 മാസം, 2010 മാർച്ച് തൊട്ട് 2012 മെയ് വരെയുള്ള 24 മാസം ഞാൻ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ ബിൽ മിഡിൽട്ടൺ, ഞങ്ങൾ വില്യം ഹോക്സി മിഡിൽട്ടൺ എന്നാണ് ഞങ്ങൾ ബില്ലെന്നാണ് വിളിക്കുക. 10-70 വയസ്സുള്ള ആളാണ്. അവരൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങണം 50-ന് ശേഷം. അതുവരെ ലോകം കറങ്ങി നടക്കും. അങ്ങനെയുള്ള ആൾക്കാർ അവിടെ നിന്നുള്ള വരുന്ന ആൾക്കാർ മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാനൊരൊറ്റ ആളാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരുന്ന ഒരാൾ അവിടെ ജോലിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ആകുമ്പം ഐ എം നോട്ട് ഫീലിംഗ് വെൽ, പിന്നെ ഞാൻ ഓഫീസിലൊന്നും വരാൻ പറ്റില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കും. ഡ്രൈവറോടും വിളിച്ച് പറയും വണ്ടി കൊണ്ടുവരല്ല എന്ന് പറയും. അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ രാത്രി ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അപ്പോൾ ഓഫീസിൽ ലാപ്ടോപ്പ് വീട്ടിൽ കൊണ്ടുവരും. എൻ്റെ അടുത്ത് പേഴ്സണൽ ലാപ്ടോപ്പൊന്നും ഇല്ല. പിന്നെ കമ്പനിയിലെ ജോലി നിർത്തി ഇപ്പോൾ ആ ലാപ്ടോപ്പ് എനിക്ക് തന്നു. 2 ലാപ്ടോപ്പ് അവർ തന്നെനിക്ക്. ആദ്യം തന്ന ലാപ്ടോപ്പ് മാറ്റി പുതിയത് വന്നപ്പോൾ ആദ്യത്തത് എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് അത് വൈഫിന് കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നയച്ച ഗിഫ്റ്റായിട്ട് അവർ തന്നു. 2ാമത്തെ ലാപ്ടോപ്പ് പിന്നെ ജോലി കഴിഞ്ഞ് അതിൻ്റെ അവസാനിച്ച് ഞാൻ പോരുമ്പോൾ ആ ലാപ്ടോപ്പ് എനിക്ക് തരാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനമെടുത്തു. പിന്നെ എന്ന് പറഞ്ഞ് ഇവിടുത്തെ പ്രൊജക്ട് മാനേജർ അതെനിക്ക് തന്നു. പ്രൊജക്ട് മാനേജറുടെ പേരാണ് വില്യം മിഡിൽട്ടൺ, ബിൽ മിഡിൽട്ടൺ എന്ന് ഞങ്ങൾ വിളിക്കുന്ന വില്യം ഹോക്സി മിഡിൽട്ടൺ. ഇപ്പം കോൺടാക്റ്റ് ഒന്നുമില്ല. ആദ്യം കുറേ കാലമൊക്കെ ഞങ്ങൾ മെയിലിലൂടെയൊക്കെ കോൺടാക്ട് ചെയ്യായിരുന്നു. പിന്നെ അവരൊക്കെ എക്സൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയില്ല. ഒരു കോൺടാക്റ്റും ഇല്ല കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട്. ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യായിരുന്നു മെയിൽ വഴി. എന്തായിരുന്നാലും അത് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് റിപ്പോർട്ടറിലാണോ ഇന്ത്യ വിഷനിലാണോ, ഒന്ന് ഇന്ത്യ വിഷൻ മാറി റിപ്പോർട്ടർ തുടങ്ങിയെന്നറിയില്ല. 2012 മെയ് മാസം 4-ാം തീയതി നികേഷ് കുമാറാണ് ഈ സംഭവം എയർ ചെയ്യുന്നത്. വേറെ ചാനലുകളും കൊടുത്തിട്ടുണ്ടാവും. വല്ലാതെ വൈകാരികമായിട്ടാണ് അദ്ദേഹം ആ സംഭവം എയർ ചെയ്യുന്നത്. ഓർക്കാട്ടിയിൽ വെച്ച് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള സ്കൂൾ വന്നിട്ട് ഞാനാണ് എന്നിട്ട് അവിടെയുള്ള സഖാക്കളെ കുറിച്ച് അറിയിക്കുന്നത്. എൻ്റെ മനസ്സിനെ ഏറ്റവും ഹോണ്ട് ചെയ്തിട്ടുള്ള കൊലപാതകം. മാത്രമല്ല, ഞാൻ നാട്ടിൽ ലീവിന് വന്നപ്പം ആദ്യം ആ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ഖത്തറിലെ പിന്നെ തിരിച്ചവധി കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങൾ നിലവിലുള്ള അവിടുത്തെ എല്ലാ സംഘടനാ സംവിധാനങ്ങളെയും പൊളിച്ചുകൊണ്ട് ടി പിയോട് അനുഭാവമുള്ള ഉഞ്ചിയത്തും ഏറാമലിലും ഒക്കെയുള്ള വടകര പ്രദേശത്തുള്ള സഖാക്കളെ ഒക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ പിന്നെ ഒരു സംഘടന തുടങ്ങി. ഞങ്ങളവിടെ അടയാളം എന്നായിരുന്നു ആദ്യ സംഘടനയുടെ പേര്. പിന്നീട് ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് വേറെ വഴിക്ക് പോകുന്നത് കണ്ടപ്പം അത് മാറ്റി കരുണ എന്ന പേരിൽ സംഘടനയിട്ട്. കരുണ എന്നത് സത്യത്തിൽ പ്രൊഫസർ എം.എൻ. വിജയൻ മാഷ് അദ്ദേഹത്തിൻ്റെ വീടിനിട്ട പേരാണ് കരുണ. അദ്ദേഹം കാരുണ്യത്തിൻ്റെ അടയാളമായിരുന്നു. കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര കരുണയാവണം എന്നുള്ള അഭിപ്രായത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ പൊളിച്ച് കരുണയുണ്ടാക്കുന്നത്. എത്രത്തോളം എന്നെ ഹോണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നു, സഖാവ് ടി പി ചന്ദ്രശേഖരൻ അന്ന് കൊല ചെയ്യപ്പെട്ടത് നന്നായി എന്ന്. കാരണം അദ്ദേഹത്തെ വേറെ ആരും ക്രിമിനലുകൾ കൊന്നല്ലോ, കുടിസുനി മറ്റേ സുനി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കൊല ചെയ്യപ്പെട്ടത് നന്നായി. ഇല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുക്കുന്ന ഈ നെറികെട്ട സമീപനം കണ്ടിട്ട് അദ്ദേഹം ഹൃദയം പൊട്ടി വലിച്ചു പോവുകയായിരുന്നു. കാരണം എൻ്റെ കൂടെയുള്ള എൻ്റെ പങ്കാളി, SFI രംഗത്ത് നിന്ന് ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ച എൻ്റെ പങ്കാളി, SFIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പിന്നെ ഒരുമിച്ച് പ്രവർത്തിച്ച എൻ്റെ പങ്കാളി KK രമ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയല്ല, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുള്ള ആളല്ല, കണ്ട വൃത്തികെട്ടവന്മാരെ ന്യായീകരിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കോൺഗ്രസ്സുകാർ പോലും ചെയ്തിട്ടില്ല. KK രമയോ ഷാനിമോൾ ഉസ്മാനോ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും, KK രമയല്ല, ഉമാ തോമസോ ഷാനിമോൾ ഉസ്മാനോ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പോലും അവരുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പോലും ചെയ്യാത്ത രീതിയിലുള്ള ന്യായീകരണമാണ് ഷാഫിയുടെയൊക്കെ വിഷയത്തിൽ ഇപ്പോൾ പിന്നെ KK രമ സ്വീകരിച്ചിട്ടുള്ളതെന്ന്. വളരെ വൈകാരികമായിട്ടാണ്. മാങ്കൂട്ടത്തിൻ്റെ പിന്നെ വിഷയത്തിൽ രാഹുലിനല്ല ഏറ്റവും വലിയ പങ്ക്. എൻ്റെ പിൻഗാമിയാക്കി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാക്കി കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിച്ചത്. പത്തനംതിട്ട ഇല്ലക്കാരനായ രാഹുലിനെ പാലക്കാട് കൊണ്ടുപോയിട്ട് എൻ്റെ പിൻഗാമിയാക്കി നിയമസഭയെ കൊണ്ടുവരണം നിർബന്ധം പിടിച്ചത്. ഒരുപാട് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള രാഹുലിനേക്കാളായി സീനിയറായിട്ടുള്ള പ്രവർത്തകരെ ചവിട്ടിക്കൂട്ടി മൂലയ്ക്കാക്കി
ഇവനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കിയത്, കൂട്ടുകൃഷി നടത്തിയത്, ബാക്കി എല്ലാ കൃഷിയും നടത്തിയത്. അതിൽ ഷാഫിക്ക് പങ്കില്ലേ? ആ ഷാഫിക്ക് വേണ്ടിയിട്ടല്ലേ ഇറങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ പുറത്തു പോയതെന്നുള്ളത്. ടി പി ചന്ദ്രശേഖരൻ 2009 ഏറാമല പഞ്ചായത്തിനകത്ത്, അന്നിപ്പോൾ ഇവരുടെ ഈ RMP എന്ന് പറയുന്ന റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി, അവരെന്താണ് അതിൻ്റെ പേര്, ഞാൻ അതിനോട് അനുഭവം ഉണ്ടായിരുന്ന എല്ലാ അനുഭവവും ഞാൻ വിച്ഛേദിച്ചിരിക്കുക. ഇപ്പോൾ തെമ്മടുത്തരം കാണിക്കുന്നതിനൊക്കെ ആരാണെങ്കിലും ഒരു പരിധിയുണ്ട്. ആ പ്രസ്ഥാനത്തിന് ഒരുപാട് നല്ല സ്നേഹിതന്മാരായിട്ടുള്ള എൻ്റെ പ്രവർത്തകരൊക്കെ അതിനകത്തുണ്ട്, കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയുള്ളവർ. അവർ ക്ഷമിക്കുക, നേരിൻ്റെ പക്ഷത്തെ നിൽക്കാൻ പറ്റുള്ളൂ. 2009 ഏറാമല പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം മുന്നണി മര്യാദയുടെ ഭാഗമായി ജനതാദളിന് വിട്ടുകൊടുക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ, അദ്ദേഹം മുമ്പ് SFIയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു, SFI രംഗത്താണ് KK രമയുമായി പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. KK രമയുടെ ചേച്ചി അതിനുശേഷവും CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവർ കൊയിലാണ്ടി ആ ഭാഗത്തായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തുടർന്നിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷവും KK രമയുടെ അച്ഛൻ പാർട്ടി മെമ്പറായിരുന്നു, ഒക്കെയായിരുന്നു. ശ്രീമതി KK രമ അനുഭവിച്ച കാര്യങ്ങളോട് അവരോട് ഞാൻ രമചേച്ചിയും ഉമ്മച്ചേച്ചിയും UDF വന്നാൽ മന്ത്രിമാരാവണം എന്ന് പറഞ്ഞിട്ട് വരെയും പറഞ്ഞിട്ടുണ്ട്. 2 വനിതാ മന്ത്രിമാർ വരണം. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2016 വരെയുള്ള മന്ത്രിസഭകൾക്കകത്ത് 57 തൊട്ട് ഒരൊറ്റ വനിത മാത്രമേ ഒരു മന്ത്രിസഭയിൽ ഉണ്ടാവുകയുള്ളൂ. KR ഗൗരിയമ്മ പല മന്ത്രിസഭകളിൽ അംഗമായി. M കമലവും നമ്മുടെ ഇവിടെ നിന്നുള്ള M കമലം ശ്രീമതി ടീച്ചർ, അതേപോലെ തന്നെ സുശീല ഗോപാലൻ, ഗൗരിയമ്മ പലോട്ടായി, അതേപോലെ തന്നെ ഇവരുടെ കോൺഗ്രസിൻ്റെ തന്നെ നമ്മളെ PK ജയലക്ഷ്മി, അങ്ങനെ പല മന്ത്രിസഭയിലും ഓരോ മന്ത്രിമാരുണ്ടായിരുന്നത്. എന്നാൽ 2016 മന്ത്രിസഭയിൽ 2 വനിതാ മന്ത്രിമാരുണ്ടായി ആദ്യമായിട്ട്. ഒന്ന് നമ്മുടെ ശ്രീമതി ശൈലജ ടീച്ചറും പിന്നെ മറ്റേതാരായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്നാൽ 2021 മന്ത്രിസഭയിൽ 3 മന്ത്രിമാരായി. ചിഞ്ചുറാണി CPയുടെ ഭാഗമായിട്ടും വീണ ജോർജും R ബിന്ദുവും CPMന്റെ ഭാഗമായിട്ട് മന്ത്രിമാരായി. അടുത്ത തവണ UDFന് ഇക്കാലം വരെ ഒരു മന്ത്രി ഉണ്ടായിട്ടില്ലെങ്കിൽ 2 വനിതാ മന്ത്രിമാർ വരണം. അത് രമചേച്ചിയും ഉമ്മച്ചേച്ചിയും വരട്ടെ. രമചേച്ചി എന്നാൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ നാക്കോട്ട്. ഇനി ചേച്ചി എന്നൊന്നും വിളിക്കാൻ തോന്നുന്നില്ല, ഒരു ക്വാളിറ്റി തോന്നുന്നില്ല. TPക്ക് പറ്റിയൊരു അബദ്ധമായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ ഏറാമല പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് വിട്ടുകൊടുത്തതിൻ്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് വിട്ട് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി RMP അവിടെ ഉണ്ടാക്കി. ഏറാമലയിലും മുഞ്ചിയത്തും ഒക്കെ അവർ നിർണായക ശക്തിയായി. 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം പഞ്ചായത്ത് പിടിച്ചു. 2012 അദ്ദേഹം ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള വിക്രമാണി മനോജ്, കൊടിസുനി, മറ്റേ ഷാഫി എന്നൊക്കെ പറയുന്ന കുറേ വൃത്തികെട്ടവന്മാരെ അദ്ദേഹത്തെ കൊന്നത്. അതിൽ പ്രതിസ്ഥാനത്ത് KK രമ ഇപ്പോഴും ആരോപിക്കുന്നത്, കൊലയാളിയായിട്ട് ആരോപിക്കുന്നത് മോഹനം മാഷയെയും P ജയരാജനെയും പിണറായി വിജയനെയാണ്. അങ്ങനെയാണെങ്കിൽ അവർ കുറ്റവാളികളായിട്ട് കണ്ടെത്തപ്പെട്ടിട്ടില്ലല്ലോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴോ അതിനുശേഷം രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് കേസ് അന്വേഷിച്ചത്. എന്നിട്ടെന്തേ അവർ നിരപരാധികളായി വിട്ടെങ്കിൽ പിന്നീട് എന്തിനാ അവരെ കുറ്റം പറയുന്നത്? ഇപ്പം ഈ ശിക്ഷിക്കപ്പെട്ടവരെ കുറ്റം പറഞ്ഞാൽ പോരെ? കുഞ്ഞനന്തനെ പറഞ്ഞാലും മനസ്സിലാക്കാം. കുഞ്ഞനന്തന്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിലല്ലേ നിർത്തിയേ? അത് തന്നെയല്ലേ ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. ഷാഫി വളർത്തിക്കൊണ്ടുവന്ന് അനധികൃതമായി പിൻവാതിലിലൂടെ ഷാഫിയുടെ വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവന്നതിൽ ഷാഫിക്ക് ഉത്തരവാദിത്തമില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതിൽ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടണ്ടേ? MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA ഓഫീസിലേക്ക് കോൺഗ്രസ് അല്ലേ മാർച്ച് നടത്തേണ്ടത്? രാജിവെക്കണം എന്നാവശ്യപ്പെടുക. അത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും UDFന്റെ നേതൃത്വത്തിലല്ലേ ഞങ്ങൾ മേടിച്ചു കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് BJPക്കാരും CPMമാരും പിന്നെ മിണ്ടാൻ പറ്റുമോ? KK രമ എന്നിട്ട് ഷാഫിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുക. അതേ MP ശ്രേയാംസ് കുമാർ 2000 ഇവരുടെ സ്ഥാനാർത്ഥിയായിട്ട് 2016 മത്സരിക്കുമ്പോൾ, കൽപ്പറ്റയിൽ മത്സരിക്കുമ്പം CPMന്റെ നമ്മുടെ ഇയാൾക്കെതിരെ CK എന്താണ് ഹരീന്ദ്രനല്ല, നമ്മളെ മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് CK ശശീന്ദ്രനോ, അദ്ദേഹത്തിൻ്റെ പേര്, മുഖത്ത് കുറച്ച് ഈ പാണ്ടൊക്കെ പിടിച്ചിട്ടുള്ള ചെരുപ്പിട നടക്കുന്ന സഖാവ്, വയനാട് മുൻ ജില്ലാ സെക്രട്ടറിക്കായിരുന്നു. അദ്ദേഹം മത്സരിച്ചപ്പം അദ്ദേഹത്തിനെതിരെ MP ശ്രേയാംസ് കുമാർ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അന്ന് ഇവർ UDFയുടെ രഹസ്യധാരനുണ്ടായിരുന്നില്ലേ? അതേ ജനതാദളിനെ ചുമന്നുകൊണ്ട് നടന്ന UDFന്റെ കൂടെ നിന്നിട്ടല്ലേ പിന്നെ രമ ഇവിടെ RMPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്.
പ്രത്യക്ഷത്തിൽ അവരുടെ മുന്നണിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിലും അടവ് നയത്തിൻ്റെ ഭാഗമായി അവരുമായി അലയൻസ് രഹസ്യമായി ഉണ്ടാക്കിയിട്ട് UDF സ്ഥാനാർത്ഥിയെ നിർത്താതെ ഇരുന്ന് പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ അവർക്ക് വേണ്ടി പ്രചാരണം നടത്തി. ഇവർ തിരിച്ചും പ്രചാരണം നടത്തി കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയല്ലേ 2016 പാറക്കൽ അബ്ദുള്ളയെ കുറ്റ്യാടിയിൽ ജയിപ്പിക്കുന്നവരാണ്. 2021 പക്ഷേ പാറക്കൽ അബ്ദുള്ള തോറ്റുപോയി മുസ്ലിം ലീഗിൻ്റെ. അപ്പോൾ എത്തിക്സ് ഉണ്ടോ KK രവിക്ക്? എന്തെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയുണ്ടോ? എന്നിട്ട് പോലും ഞാൻ അക്ഷരം വേണ്ടിയിട്ടില്ല. അവർക്ക് MLA ഒക്കെ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നത്. ഇത് സാധാരണ പണ്ട് നമ്മൾ പറയാറുണ്ട്, അച്ഛൻ മരിച്ചിട്ട് വേണം കട്ടിൽമ കയറി കിടക്കാനെന്ന്, ഭർത്താവ് മരിച്ചിട്ട് വേണം അധികാര സ്ഥാനത്തെത്താൻ എന്ന് ആഗ്രഹിച്ചു എന്നുള്ളതൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല, ആരോപിക്കുന്നില്ല. MM മണി പറഞ്ഞ പോലെ വിധവായ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, അത്തരം വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇപ്പം അവർ ചെയ്യുന്ന തനി നെറുകേടാ. ഇവർക്ക് എന്താണ് പിന്നെ ഷാഫിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കോൺഗ്രസ്സുകാരിയായിട്ടുള്ള പിന്നെ കേസിലൂടെ കടന്നു വന്ന ഉമാ തോമസിനും അടിത്തട്ട് വിട്ട് പ്രവർത്തിച്ചു വന്നിട്ട് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ഒരു തവണ കോൺഗ്രസിന്റെ MLA ഒക്കെ ആയിരുന്ന കേരളത്തിലെ ഇന്ന് പിന്നെ വനിതാ നേതാക്കന്മാരിൽ ഏറ്റവും പിന്നെ അറിയപ്പെടുന്ന ഷാനിമോൾ ഉസ്മാനും ഇല്ലാത്ത അറ്റാച്ച്മെന്റ്, വൈകാരികമായി ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്, എതിർത്ത് പറയാൻ കഴിയാത്ത ദൗർബല്യം എന്താണ് KK രമയ്ക്ക് ഷാഫി പറമ്പിലിനോടുള്ളത്? വെളിപ്പെടുത്തണം അവര്. ആലോചിച്ച് നോക്കൂ. പത്മജ പിന്നെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയതിനേക്കാൾ വലിയ വൃത്തികളല്ലേ ഇവർ കാണിച്ചിട്ടുള്ളത്, അല്ലേ? അവരത്ര അക്കാലം ഉയർത്തിപ്പിടിച്ച എല്ലാ പിന്നെ രാഷ്ട്രീയ ധാർമ്മിക മൂല്യങ്ങളും ഒരു മൂല്യവും ഇല്ല എന്നുള്ളത് തെളിയിച്ചില്ലേ? അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ഞാൻ പോട്ടേന്ന് എഴുതി കണ്ണടച്ച് വിട്ടു. പക്ഷെ ഇപ്പൊ പറയിപ്പിക്കുകയാണ്. ഞാൻ ഇതുവരെ നാക്കൊണ്ട് ശ്രീമതി KK രമ എന്ന് പോലും പറഞ്ഞിട്ടില്ല, രമേശി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉമാ തോമസിനെ കുറിച്ച് പറയുമ്പോൾ ഉമേച്ചി എന്ന് പറയാറുള്ളത്. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചേച്ചി എന്ന് വിളിക്കാൻ തോന്നിപ്പോകുന്ന ചില ആളുകളുണ്ട് നമുക്ക്. സഖാവെ എന്ന് വിളിക്കാൻ തോന്നുന്ന ചില ആൾക്കാരുണ്ട്. കോൺഗ്രസ് ഒരുപാട് പേരെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഉമ്മൻചാണ്ടി ഇഷ്ടമായിരുന്നു, തല്ല ബാലകൃഷ്ണപിള്ള ഇഷ്ടമായിരുന്നു, BS സുധീരനോട് കുറേ കാര്യങ്ങൾ എതിരെ അഭിപ്രായം ഉണ്ടാകുമ്പോഴും ഇഷ്ടമുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ചാണ്ടിമാൻ ഇഷ്ടമാണ്. DYFയിലും SFയിലുള്ള പലരും ഇഷ്ടമാണ്. യൂത്ത് കോൺഗ്രസിലും യുവമോർച്ചയിലും യൂത്ത് ലീഗിലും ഒക്കെയുള്ള ഒരുപാട് പേര് ഇഷ്ടമാണ്. BJPയിലൊക്കെയുള്ള അവരുടെ ഇതിലെല്ലാം പേര് പറഞ്ഞിട്ട് നേരം കളയുന്നില്ല. TP മരിച്ചത് നന്നായി എന്നാണ് ഞാൻ കരുതുന്നതെന്ന്. കാരണം 19 വെട്ടി ഇപ്പോൾ പട്ടിയടിക്ക് തീർന്നിട്ടുണ്ടാവുമല്ലോ മുമ്പിൽ, അധികം വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇല്ലെങ്കിൽ ഇപ്പം അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു. KK രമ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ, ഷാഫി പോലെയുള്ളവരെയൊക്കെ ന്യായീകരിക്കാൻ നിൽക്കുമ്പോൾ. ഷാഫിക്ക് എന്ത് ധാർമ്മികതയുണ്ട്? UDFന്റെ ഭാഗമല്ല, വേറിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ KK രമയെ ഒരു വശത്ത് അച്ചുമ്മനെ നിർത്തിയിട്ടാണല്ലോ നോമിനേഷൻ കൊടുക്കാൻ പോയത്. ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ പാറക്കൽ അബ്ദുള്ളയോടും പ്രവീൺ കുമാറിനോടും ഒക്കെ ഒപ്പം KK രമയും. പിന്നെ ഇവർക്ക് എന്ത് ധാർമ്മികതയുണ്ട്? ഇതുപോലൊരു വൃത്തികെട്ടവനെ, ഒരു ഭൂലോക പെൺവേട്ടക്കാരനെ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ KK രമയെ പ്രേരിപ്പിച്ചത്, അതിനെ എതിർത്താൽ KK രമയ്ക്ക് പേടിക്കാൻ എന്തോ ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അതൊരു വിശുദ്ധമായ ബന്ധമാണ് എന്ന് അന്ധമായി വിശ്വസിക്കാൻ എനിക്ക് എൻ്റെ തലച്ചോറ് പണയം വെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം. പറഞ്ഞാൽ കൂടിപ്പോവും. ഇതിൽ KK രമ എടുത്തിട്ടുള്ള നിലപാട് വളരെ മോശമാണ്. അവരിനി കമ്മ്യൂണിസ്റ്റുകാരിയാണെന്ന് പറഞ്ഞ് നടക്കരുത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ നടക്കരുത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ഷാഫി എതിർക്കാൻ പറ്റില്ല. ഷാഫിക്ക് വേണ്ടപ്പെട്ടവരെ എനിക്ക് എതിർക്കാൻ പറ്റില്ല. അവിടെ സ്ത്രീപക്ഷപാതമൊന്നും എനിക്കില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത നീ ഉയർത്തിപ്പിടിക്കുന്നില്ല. അതാണ് പറഞ്ഞാൽ മതി. നീ രണ്ടും കൂടി ചെയ്യരുത്. വർത്താനമൊന്നും പ്രവൃത്തി വേറൊന്നും ആവരുത്. വലിയ പിന്നെ ആദർശം വിളമ്പുക, എന്നിട്ട് ആദർശ വിശുദ്ധി ഇല്ലാത്ത മനുഷ്യന് പറയാൻ പിന്നെ അറപ്പുള്ള വാക്കുകളായതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. അത്തരം അധാർമികമായ പ്രവൃത്തികൾക്ക് കൊട ചൂടി കൊടുക്കുക. കോൺഗ്രസ്സുകാർക്കില്ലാത്ത ആവേശമാണ് ഇവരെ ന്യായീകരിക്കാൻ KK രമയ്ക്ക്. ഷാഫിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്നുള്ളതും, ഷാഫിയാണ് രാഹുലിൻ്റെ ഗോഡ് ഫാദർ എന്നുള്ളതും, ഷാഫിയാണ് രാഹുലിൻ്റെ സംരക്ഷകൻ എന്നുള്ളതും തിരിച്ചറിയാൻ പത്രം വായിക്കാറുണ്ടെങ്കിൽ, വാർത്തകൾ കാണാറുണ്ടെങ്കിൽ, തിരിച്ചറിവും വിവേകവും വിവേചന ബുദ്ധിയുമുണ്ടെങ്കിൽ KK രമയ്ക്ക് പിന്നെ അറിയുമല്ലോ. ഇല്ലെങ്കിൽ ഇതിൽ കുന്തമില്ല എന്ന് പറ. അങ്ങനെ ഇതിൽ കുന്തമില്ലാത്ത ഒരാൾ പിന്നെ MLA സ്ഥാനത്ത് തുടരാൻ അർഹതയും ഉള്ള ഒരാളുമല്ല. കാണിച്ചത് ശുദ്ധ വൃത്തികേടാണ്. എന്നെ പോലെയുള്ള മനുഷ്യരുടെ മനസ്സിനെ ഉപാധികളില്ലാതെ നിങ്ങളെപ്പോലെ MLA ആവാൻ വേണ്ടിയിട്ടല്ല, ഭർത്താവ് മരിച്ചപ്പോൾ MLA ആവാൻ എഴുതിയിട്ടല്ല.
ഞാൻ അതിനു മുമ്പ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നത്. അത് ഒരു 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 കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പിന്നെ അങ്ങനെ വെട്ടിക്കൊന്ന് ആ അമ്മ പാവം അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ആ അമ്മയ്ക്ക് കാണാൻ പറ്റാത്ത പോലെ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പോലെ, നിങ്ങളുടെ മകന് കാണാൻ പറ്റാത്ത പോലെ ആ മുഖം പോലും വികൃതമാക്കിയിട്ട പിന്നെ ആളുകളോടുള്ള വിയോജിപ്പ് കൊണ്ടാണ് കൊടിസനെയും കിർമാണി മനോജും മറ്റൊരു മറിച്ചവനൊക്കെ കൂടെ കൊന്നതിന് പിന്നെ പി ജയരാജനെയും മോഹൻ മാഷയെയും പിണറായി വിജയനെയും നിങ്ങൾ പിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറ്റവും നെറികെട്ട രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഷാഫി പറമ്പിലിനെ നിങ്ങൾക്ക് എന്താ കുറ്റപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളത്? പിന്നെ നിങ്ങൾക്ക് എന്ത് ധാർമ്മികത, എന്ത് എത്തിക്സ്? അവൻ്റെ മേലെ എത്തിക്സിനെ വർത്താനെന്ന് പറഞ്ഞിട്ട് ശ്രീമതി കെ കെ രമംഗട്ട് വരരുത്, രമേച്ചി എന്നുള്ള വിളിയാക്കി കഴിഞ്ഞു. ചേച്ചിയൊന്നും ഇല്ല ഇനി. അങ്ങനത്തെ ചേച്ചിമാർ എനിക്ക് വേണ്ടാന്നേ. അങ്ങനത്തെ ചേട്ടന്മാരും വേണ്ട, അങ്ങനത്തെ അനിയന്മാരും വേണ്ട, അങ്ങനത്തെ അനിയത്തിമാരും വേണ്ട, അങ്ങനത്തെ അമ്മമാരും വേണ്ട, അങ്ങനത്തെ അച്ഛന്മാരും വേണ്ട, അങ്ങനത്തെ അമ്മാവന്മാരും വേണ്ട, അങ്ങനത്തെ അമ്മായിമാരും വേണ്ട, അങ്ങനത്തെ സൗഹൃദങ്ങളും വേണ്ട എന്ന് ഉറച്ച് പിന്നെ എപ്പോഴും പറയുന്ന ആളാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.